പൃഥ്വിരാജിനെ നായകനാക്കി ബ്ലസ്സി സംവിധാനം ചെയ്യുന്ന ആടുജീവിതം റിലീസിനൊരുങ്ങുകയാണ്. മലയാളികൾ ഏറെ പ്രതീക്ഷയോടെയാണ് ആടുജീവിതം സിനിമയെ ഉറ്റുനോക്കുന്നത്. ബെന്യാമിൻ എഴുതിയ ആടുജീവിതം എന്ന പ്രശസ്തമായ നോവലിനെ ആസ്പദമാക്കിയാണ് ബ്ലസ്സി സിനിമ ഒരുക്കുന്നത്. ആടുജീവിതം എന്ന സിനിമയ്ക്കും നോവലിനും ആസ്പദമായ നജീബ് എന്ന യഥാർത്ഥ വ്യക്തി താൻ അനുഭവിച്ച കഷ്ടപ്പാടുകളെ പറ്റി തുറന്നു പറയുന്ന വീഡിയോ ഇപ്പോൾ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ്. മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയ ജീവിതത്തെക്കുറിച്ചും രക്ഷപ്പെട്ടതിനെക്കുറിച്ചും നജീബ് പറയുന്നു. സിനിമയിൽ പൃഥ്വിരാജ് തന്നെയാണ് തൻ്റെ വേഷം ചെയ്യാൻ ഏറ്റവും മികച്ച വ്യക്തിയെന്നും ബെന്യാമിനെ പരിചയപ്പെട്ടതിനെക്കുറിച്ചും നജീബ് ഓർത്തെടുക്കുന്നു. അന്ന് താൻ അങ്ങനെ കഷ്ടപ്പെട്ട സംഭവം ജനങ്ങൾ സിനിമയിലൂടെ അറിയാൻ പോകുന്നുവെന്ന കാര്യത്തിൽ സന്തോഷമുണ്ടെന്ന് നജീബ് പറയുന്നു. അന്നത്തെ അനുഭവങ്ങൾ തന്നെയാണ് പൃഥ്വിരാജ് സിനിമയിലൂടെ അറിയിക്കാൻ പോകുന്നത്. 1993 അവിടെ ചെന്നിറങ്ങിയ ഒരാൾ വന്ന് തൻ്റെ പാസ്പോർട്ട് ചോദിച്ചപ്പോൾ കൊടുത്തു. വണ്ടിയിൽ കയറാൻ പറഞ്ഞു. ഞാൻ കയറി. തൻ്റെ അറബി തന്നെയായിരിക്കും വന്നത് എന്നാണ് അന്ന് വിചാരിച്ചത്. വണ്ടി നേരെ മരുഭൂമിയിലേക്കാണ് പോയത്. നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നവർ ഒക്കെ എവിടെ എന്ന് താൻ അപ്പോഴും ആലോചിക്കുന്നുണ്ടെന്നും നജീബ് പറയുന്നു. എവിടെയും ഒരു കെട്ടിടം പോലുമില്ല, വേറെ ഒന്നും കാണുന്നില്ല. കുറേ നേരം മരുഭൂമിയിലൂടെ യാത്ര ചെയ്തുവെന്നും നജീബ് പറയുന്നു. ഒരുപാട് ഓടി സന്ധ്യയ്ക്ക് വേണ്ടി വന്നു നിർത്തിയത് ഒരുപാട് ആടുകളും ഒട്ടകങ്ങളും ഉള്ള ഒരു സ്ഥലത്താണ്. ഞാൻ പെട്ടു എന്ന് എനിക്ക് അപ്പോൾ തന്നെ മനസ്സിലായി. ഞാൻ അന്നേരം തൊട്ട് കരയാൻ തുടങ്ങി. കരഞ്ഞപ്പോൾ അറബിക്ക് ദേഷ്യം വന്നു. അവിടെ താടിയും മുടിയും ഒക്കെ നീട്ടി കണ്ടാൽ തന്നെ വികൃത രൂപമുള്ള ഒരു മനുഷ്യനുമുണ്ടായിരുന്നു. അവരോടൊന്നും സംസാരിക്കാൻ ഭാഷ പോലും അറിയില്ലല്ലോ. ഞാൻ ആലോചിക്കുന്നത് അവിടുന്ന് പോരുമ്പോൾ 8 മാസം ഗർഭിണിയായ ഭാര്യയെക്കുറിച്ചാണ്. എപ്പോഴും മണൽക്കാറ്റാണ്. ആരോ പുതച്ച ഒരു പുതപ്പും പുതച്ചാണ് അവിടെ കിടന്നത്. ആകാശത്ത് വിമാനം പോകുന്നത് കണ്ടപ്പോഴും ഞാൻ പെട്ടുപോയെന്നോർത്ത് കരഞ്ഞു. ഒട്ടകത്തെ കറക്കാനാണ് അടുത്ത ദിവസം തന്നോട് അറബി പറഞ്ഞത്. കേട്ടില്ലെങ്കിൽ അടി കിട്ടും എന്ന് ഉറപ്പായിരുന്നു. വെള്ള നിറമുള്ള ആടിനെ പിടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ താൻ കറുത്തതിനെ പിടിച്ചു വന്നു. അപ്പോഴും കിട്ടിയ അടി. അറബി കഴിച്ചതിൻ്റെ ബാക്കി ഉണങ്ങിയ കുബൂസ് ഒക്കെയാണ് ചിലപ്പോൾ കിട്ടുക. അവസാനം ജീവൻ നിലനിർത്താൻ വേണ്ടി ആടിൻ്റെ പാൽ കറന്ന് കുടിക്കാൻ തുടങ്ങിയെന്നും പറയുന്നു. അറബിയുടെ കണ്ണു വെട്ടിച്ച് 1.5 ദിവസം മരുഭൂമിയിൽ കൂടി ഓടിയിട്ടുണ്ട്. അവിടുന്ന് രക്ഷപ്പെട്ട് 5 വർഷം കഴിഞ്ഞ് 2000 വീണ്ടും നജീബ് ദുബായിലേക്ക് വണ്ടി കയറി. ആ സമയത്താണ് ബെന്യാമിനെ പരിചയപ്പെടുന്നത്. അന്ന് ബന്ധുക്കളുണ്ടായിരുന്നു അവിടെ. അങ്ങനെയാണ് രണ്ടാമത് പോയത്. ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നതിനിടയിൽ അളിയൻ്റെ സുഹൃത്ത് സുനിലിൻ്റെ അടുത്ത് ഈ കഥ പറയുന്നു. അദ്ദേഹം തന്നെ നജീബിന് ജോലി ശരിയാക്കി കൊടുത്തു. സുനിലിൻ്റെ സുഹൃത്തായിരുന്നു ബെന്യാമിൻ. അങ്ങനെയാണ് ബെന്യാമിൻ ഇത് കഥയാക്കുന്നത്. പുസ്തകത്തിൻ്റെ പ്രകാശനത്തിന് എത്തി. പുസ്തകത്തിൻ്റെ പ്രകാശനത്തിന് എനിക്കായിരുന്നു ആദ്യത്തെ പുസ്തകം സമ്മാനിച്ചത്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് പുസ്തകത്തിന് കിട്ടിയതോടെ ആൾക്കാർ വിളിയും മറ്റുമൊക്കെ തുടങ്ങിയെന്നും പറയുന്നു. ആടുജീവിതം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവരും കുറേ അനുഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു കഥ കൊണ്ട് അവരും അനുഭവിക്കേണ്ടി വന്നല്ലോ എന്നൊക്കെ ചിന്തിച്ചു. തൻ്റെ കഥ ചെയ്യാൻ പൃഥ്വിരാജാണ് നല്ലതെന്ന് അന്നേ എനിക്ക് തോന്നിയിരുന്നു. മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ആവുമ്പോൾ നല്ല തടിയുള്ള ആളുകളല്ലേ. അവർക്കെങ്ങനെ മെലിയാൻ ഒന്നും പറ്റില്ല. ഓർക്കുമ്പോൾ ചങ്ക് പിടയുന്ന ഓർമ്മകളാണ് ഇന്നും.